സാറ് ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. ശരി. അപേക്ഷ എടുക്കുക. രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയത്? അതെ സർ. അതെ സർ. തിരിച്ചറിയൽ കാർഡും പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. ഇതാ സർ. ഇതെല്ലാം ഓക്കെ. രണ്ടുപേരും ഫോട്ടോയോട് ചേർത്ത് ഒപ്പിടണം. അവിടെ സർ. ഓക്കെ. ഇനി നോട്ടീസ് ബോർഡിൽ ഇതിന്റെ ഒരു കോപ്പി പതിപ്പിക്കും. ഒരു ഫോർമാലിറ്റി എത്രയേ ഉള്ളൂ. അല്ല, ഇപ്പോ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ സാർ. ഏയ് അതൊന്നുമില്ല. ഇടയ്ക്ക് ഈ വിവരം നമ്മൾ നെറ്റിലിടുമായിരുന്നു. ഇപ്പൊ ആ പരിഷ്കാരമൊക്കെ മാറ്റി, അത്രേ ഉള്ളൂ. അല്ല, ഈ നോട്ടീസ് ബോർഡിൽ ഇടുന്നത് ഒന്ന് ഒഴിവാക്കി കൂടെ സാർ? പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കിയിടാം. മതി. ഓക്കെ. മീഡിയയിൽ വാർത്തയാവാതിരുന്നാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ടെൻഷൻ വേണ്ട. എന്നാ ഓക്കെ സർ. താങ്ക്സ്. ആയിക്കോട്ടെ. താങ്ക് യു സർ. ശരി എന്നാ ബ്രോ, നിങ്ങൾ ഇറങ്ങിക്കോ, ഞങ്ങൾ വന്നോളാം. ശരി, പൊക്കോ. ചേട്ടാ ഒന്നുണ്ടോ? താങ്ക് യു. ഗംഗെ, എന്തു പറ്റി? എന്ത് നീ ചിന്തിച്ചു കൂട്ടുന്നത്? ആ കല്യാണിയെ കുറിച്ചായിരിക്കും. അവള് കാരണമാണല്ലോ ആനന്ദേട്ടന്റെ കയ്യിൽ നിന്ന് അടികിട്ടിയത്. നിന്നോട് ചോദിച്ചില്ലല്ലോ. ആസ്ഥാനത്ത് വലിഞ്ഞു കയറി വാചകം അടിക്കല്ലേ. പറഞ്ഞില്ലെന്ന് വേണ്ട. അവളെ എന്തിനാ ആന്റി വഴക്ക് പറയുന്നേ? അവള് പറഞ്ഞതാ ശരി. കല്യാണിയെ കുറിച്ച് തന്നെയാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. അവളെ ഇനിയും ഇങ്ങനെ വിടാൻ പാടില്ല. അവസരം വരും. അവള് നമ്മുടെ കെണിയിൽ വന്ന് വീഴാതെ എവിടെ പോവാൻ? അയ്യേ, ഛേ, അത് പിന്നെ ഗംഗേ, ഞാൻ പറഞ്ഞു വരുന്നതേ, ദേഷ്യം കാണിക്കാതെ ഇങ്ങോട്ട് നോക്ക്. ആന്റി, പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. തല്ലിക്കൊന്നാലും ചാവാത്ത ആയുസ് അവക്ക്. ദേ പോകുന്നു മറ്റുള്ളവർക്ക് മനസ്സമാധാനം തരാത്ത സാമദ്രോഹി. ഗംഗേ, ഇപ്പൊ അവളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കുന്നത് കാണുന്നു. ആന്റി വേണ്ട, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിക്കണ്ട. ഗംഗയ്ക്ക് അടി കിട്ടിയത് അറിയാലോ. അതെ, ഗംഗ അടിച്ചെന്ന് വെച്ച് അവൾ എന്നെ അടിക്കൂ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കഴിഞ്ഞാലേ അടുത്ത സ്ഥാനം എനിക്കാ.
അങ്ങനെയുള്ള എന്നെ അവൾ അടിക്കാനോ? ആന്റി, അഖിലാന്റി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവളുടെ കാര്യത്തിൽ ആനന്ദ് കയറി ഇടപെടും. ആ, വരട്ടെ ആപത് ബാന്ധവൻ. ഇപ്പൊ ഇവിടെ വെച്ച് അവളെ എങ്ങനെ അവൻ രക്ഷപ്പെടുത്തുമെന്ന് അറിയണമല്ലോ. ഇപ്പൊ തന്നെ അറിയാം. ജയന്തി, ആന്റി. പോയി അവളെ വിളിച്ചോണ്ട് വാ. അയ്യോ ആന്റി, ഞാൻ തന്നെ പോണോ? പോയി വിളിച്ചോണ്ട് വാടി. ശരി. കല്യാണി, നീ ആന്റിയുടെ അടുത്തേക്ക് വാ, അത്യാവശ്യമാ. അയ്യോ, ദേ വന്നു ആന്റി. മാഡം, അതെ, എന്റെ കാലിലെ നഖം ഒന്ന് വെട്ടണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? നിക്കടി. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ കേൾക്കാതെ പോകുന്നു നീ. അത്രയ്ക്ക് അഹങ്കാരായോ നിനക്ക്? നെയിൽ കട്ടർ എടുക്കാൻ വേണ്ടി പോയതാ മാഡം. ആ, പോയിട്ട് വാ, ചെല്ല്. ശ്ശേ. ആന്റി, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവളിപ്പോ പഴയ കല്യാണിയൊന്നും അല്ല. അവളുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എനിക്കും പേടിയില്ലാതെ ഇല്ല. ആന്റി, ജയന്തി പറഞ്ഞത് ശരിയാ. അവൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. കല്യാണം മുടങ്ങിയതിന് ശേഷം ഇങ്ങനെ. ആന്റി, അവളിങ്ങനെ പെട്ടെന്ന് മാറണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. അവക്ക് എന്ത് മാറ്റം സംഭവിച്ചാലും നമുക്കിപ്പോ എന്താ? എന്തായാലും അവളിങ്ങ് വരട്ടെ. ആ കാൽപാദം ഈ ടവലിന് മുകളിലേക്ക് വെക്കും മാഡം. ആ കാലുകൂടി. ഗംഗേ, നിന്റെ കാലിലെ നഖം വെട്ടണമെങ്കിൽ വെട്ടിക്കോ. കല്യാണം നല്ലൊരു വെട്ടുകാരിയാ. സൂക്ഷിച്ച് വെട്ടിത്തരും. ശരി ആന്റി, ആന്റിയുടെ വെട്ടി കഴിയട്ടെ. ആ, പിന്നെ ഗംഗേ, ഞാൻ പറഞ്ഞില്ലേ അത്? ആന്റി, അയ്യോ, സൂക്ഷിച്ച് വെട്ടിക്കൊടുടി, നശിച്ചവളെ. ഇങ്ങനെയാണെങ്കിൽ നീ എന്റെ കാലും കൂടി വെട്ടിയെടുക്കുമല്ലോടി. അയ്യോ മാഡം, മാഡം കാല് വലിച്ചത് കൊണ്ടല്ലേ? കള്ളം പറയുന്നു നീ. എന്നാലേ നിനക്ക് നഖം വെട്ടിത്തരാൻ താല്പര്യമില്ലെങ്കിൽ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് മാറിപ്പോണായിരുന്നു. അല്ലാതെ കാല് മുറിക്കല്ല വേണ്ടത്. മാഡം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഛീ, ന്യായം കൂടി പറയുന്നോടി. നിന്നെ ഞാൻ കൊടുക്കാണ്ടി അവക്ക്. ഇളയമേ, ആനന്ദ്, വെറും ഒരു അടുക്കളക്കാരിക്ക് വേണ്ടി നീ ഇളയമ്മ എന്ന ബന്ധം പോലും മറന്നുവല്ലേ? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് ചെയ്യാൻ അറക്കുന്ന നെറുകട നിങ്ങൾ ഇവളോട് ചെയ്തത്.
ഒന്ന് വെട്ടിക്കൊല്ലാനാ തോന്നിയത്. ഇളയമെന്നുള്ള ഒറ്റ ബന്ധം വെച്ചാ ചെയ്യാതിരുന്നത്. പേ പിടിച്ച പട്ടിയേക്കാൾ കഷ്ടമാ നിങ്ങള്. ചേച്ചി ഇല്ലാത്തതുകൊണ്ട് എന്തോ ആവാന്നല്ലേ? ആനന്ദേ, നീ എന്നെ അടിച്ച കാര്യം അഖിലേച്ചി അറിഞ്ഞ ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ? ഇത്തരം വിരട്ടലൊന്നും എന്നോട് വേണ്ട. ഇളയമ്മ അടിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ കല്യാണിയോട് ഇളയമ്മ കാണിച്ചതൊക്കെ എനിക്ക് പറയേണ്ടി വരും. പിന്നെ അടുത്ത നിമിഷം ഇളയമ്മയുടെ സ്ഥാനമായിരിക്കും പടിക്ക് പുറത്ത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഈ നിമിഷം വരെ കല്യാണിയോട് കാണിച്ചതൊക്കെ പോട്ടെ. ഇനി ഇവളുടെ ദേഹത്ത് തൊട്ടാൽ വച്ചേക്കില്ല ഞാൻ. ഇളയമ്മ മാത്രമല്ല, ബാക്കിയുള്ളവരും കേൾക്കാനാണ്. കല്യാണി, നീ പോയി നിന്റെ ജോലിയൊക്കെ ചെയ്യും. ഭാര്യ തൊട്ട ഭർത്താവ് പെരുമാറുന്ന പോലെയല്ലേ ആനന്ദേട്ടൻ പെരുമാറിയത്? കല്യാണി, എന്തുപറ്റി? എന്താ എന്റെ കെട്ടിയോളുടെ മുഖത്തൊരു കഥനഭാരം? ഏയ്, മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ. മനസ്സിന് ഭാരം? ഇപ്പൊ അതിനെന്താ ഉണ്ടായ? മാഡം ഇല്ലാത്തപ്പോ ഇവിടെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ നടക്കുന്നു എന്നൊരു തോന്നല്. ഇളയമ്മ അടിച്ച കാര്യമായിരിക്കും. അതെ വലിയ ഇളയമ്മ അമ്മയ്ക്ക് സമമല്ലേ? ഇളയമ്മേനെ അടിച്ചത് തെറ്റായിപ്പോയി. കല്യാണി, നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇളയമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ കൈനീട്ടി അടിച്ചിട്ടില്ല. ഇത് നിന്റെ മാനത്തിന് അവര് വില പറഞ്ഞത്. ഇളയമ്മയ്ക്കൊണ്ടൊരു മോള്, അതെങ്കിലും അവരെ ഓർക്കണമായിരുന്നു. ഇളയമ്മ ചെയ്ത പ്രവൃത്തിക്ക് അടിക്കുകയല്ല, കൊല്ലുക വേണ്ടത്. ആ, നീ അത് വിട്ടേക്ക്. ആ ദേ, ഞാൻ നിനക്ക് എന്താ വാങ്ങിക്കൊണ്ട് വന്നേ നോക്ക്. ദാ, എന്താ ഇത്? ഇത് കുറച്ച് സാരികളാ. ഹാ, സാരികളോ? കൊള്ളാം, നല്ല സെലക്ഷൻ ആയിരിക്കും. ആ, എന്റെ സെലക്ഷൻ ഒന്നും മോശമാവാറില്ലല്ലോ. ഇതെല്ലാം നിനക്കാ, ഇഷ്ടമായി നോക്ക്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും വല്യുഞ്ഞെ. എന്റെ മനസ്സറിഞ്ഞല്ലേ വല്യുഞ്ഞെ സെലക്ട് ചെയ്യൂ. നിന്റെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം. ഇനി ഈ മനസ്സ് വായിക്കാനായില്ലെങ്കിൽ പാഴായില്ലേ ജന്മം.
അല്ല എന്തിനാ വല്യുഞ്ഞി ഇപ്പൊ ഇത്രയും സാരികളൊക്കെ വാങ്ങിയത്? എന്റെ കെട്ടിയോൾക്കിനി ഹാഫ് സാരി ഒന്നും വേണ്ട, ഫുൾ സാരി ഉടുത്താ മതി. എനിക്കും അതാ വല്യുഞ്ഞ ഇഷ്ടം. പക്ഷേ പെട്ടെന്ന് സാരി ആക്കുമ്പോ എല്ലാവർക്കും സംശയം തോന്നില്ലെന്ന് കരുതിയിട്ടാ. പ്രത്യേകിച്ച് വിലാസിനി മാഡത്തിന്. പിന്നീട് 100 ചോദ്യങ്ങളുമായിട്ട് ക്രോസ് വിസ്താരം തുടങ്ങും. ഒന്നുമില്ല, ആരെങ്കിലും ചോദിച്ചാ സാരി ഉടുക്കണമെന്ന് തോന്നി, അത്ര മാത്രം മതി മറുപടി. അല്ല, എന്നും ഉടുത്തില്ലെങ്കിലും നാളെ ഇതിലൊന്ന് ഉടുത്ത് വേണം എന്റെ കെട്ടിയോള് വരാൻ. എന്റെ കെട്ടിയോന്റെ ആഗ്രഹം പോലെ ഇതിലൊരു സാരി ഉടുത്തോണ്ട് നാളെ ഞാൻ ജോലിക്ക് വരാം, പോരെ? പിന്നെ ഇത് മാത്രമല്ല എന്റെ ആഗ്രഹം. പോയ വല്യുഞ്ഞ്, ഞാൻ പോവാ. ഏയ് നിൽക്ക്, ഞാൻ ആഗ്രഹം പറഞ്ഞില്ലല്ലോ. എന്താ പറയാൻ വരുന്നൊക്കെ എനിക്കറിയാം. അതെ, അച്ഛൻ വരാറായി, ഞാൻ പോവാ. ദേ, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛനും അമ്മയും ഒക്കെ. എനിക്ക് നിന്റെ മടിയിൽ തലവെച്ച് കുറച്ചു നേരം കിടക്കണം. അച്ഛൻ അമ്മേ, ഇനി മുതൽ എനിക്ക് സാരിയെ ചേരണെന്ന് പറഞ്ഞ് വല്യുഞ്ഞ് വാങ്ങി തന്നതാ ഇതൊക്കെ. അമ്മ കണ്ടോ ഇതൊക്കെ? ഞാൻ മനസ്സുകൊണ്ട് വാങ്ങാൻ ആഗ്രഹിച്ച കളറുകൾ തന്നെയാ. വല്യുഞ്ഞ് എന്റെ മനസ്സ് വായിച്ചതുപോലെ തന്നെയാ വാങ്ങി തന്നത്. അമ്മയുടെ മോൾക്ക് സന്തോഷായ അമ്മേ, പറഞ്ഞാ തീരാത്തത്ര സന്തോഷം. പക്ഷേ ഈ സന്തോഷം പുറത്തു കാണിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിനുള്ളില് ഒളിപ്പിച്ചു വെച്ച് വേണം സന്തോഷിക്കാൻ. ഈ അവസ്ഥ മാറണം. അതിന് അഖിലാമ്മയുടെ അച്ഛനും മനസ്സ് മാറ്റി ഞങ്ങളുടെ കല്യാണം അംഗീകരിക്കണം. അതിന് അമ്മ തന്നെ മനസ്സ് വെക്കണം. വേറെ ആരാ അമ്മേ എന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാൻ? ഇതെവിടെ ചേച്ചി ഇത്രയും ഡ്രസ്സുകള്? ഓണമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇത്രയും ഡ്രസ്സുകള്? ഇത് ഞാൻ വാങ്ങിച്ചതല്ല അനിയൻകുട്ടാ. പിന്നെ അദ്ദേഹം. അദ്ദേഹോ? ഏത് അദ്ദേഹം? ആ അദ്ദേഹത്തിന് എന്താ പേരില്ലേ? പേരൊക്കെ ഉണ്ട്, വല്യുഞ്ഞ്. വല്യുഞ്ഞ് വാങ്ങി തന്നാണോ? നോക്കട്ടെ. ഇനിയുണ്ട്, വാ. സൂപ്പർ ചേച്ചി, ചേച്ചിക്ക് ഇതൊക്കെ നന്നായിട്ട് ചേരും. അദ്ദേഹത്തിന്റെ സെലക്ഷൻ മോശാവില്ലല്ലോ. കല്യാണി, എന്താ ഇതൊക്കെ? എന്തിനാ ഇത്ര അധികം സാരികള്? ഇത് ചേച്ചിക്ക് വാങ്ങിയത് വെച്ചാ. അത് മനസ്സിലായി. നീ ഞാനും സാരി കൊടുക്കില്ലല്ലോ. ഇത്ര അധികം സാരികളൊക്കെ എന്തിനാന്നാ ചോദിച്ചത്. അല്ല, ഞാനിങ്ങോട്ട് കയറി വരുമ്പോ അദ്ദേഹം എന്നങ്ങാട്ടോ പറയുന്ന കേട്ടല്ലോ.
ഏതദ്ദേഹം? കല്യാണി നിന്നോടാ ചോദിച്ചേ? അദ്ദേഹം എന്ന് പറയുന്ന കേട്ടല്ലോ. ഏത് അദ്ദേഹത്തിന്റെ കാര്യമാണെന്നാ ചോദിച്ചേ? അച്ഛനിത് എന്തു പറ്റി? ചേച്ചി എപ്പോഴാ അദ്ദേഹം എന്ന് പറഞ്ഞത്? ആദ്യമായിട്ടെന്നല്ലേ പറഞ്ഞത്? ആദ്യമായിട്ടോ? ആ അ- അതെ, ആദ്യമായിട്ടെന്ന് അച്ഛൻ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, അദ്ദേഹത്തിന്റെ സെലക്ഷൻ എന്നാണല്ലോ ഞാൻ കേട്ടത്. ആദ്യത്തെ സെലക്ഷൻ എന്നാ പറഞ്ഞത്. അത് അച്ഛൻ അദ്ദേഹം എന്ന് കേട്ടതായിരിക്കും. അച്ഛൻ ഈ ഇടയായിട്ട് ചെവിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നല്ലൊരു ENT ഡോക്ടറെ കാണിക്കണം.